അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഷെയ്ഖ് അഹ്മദ് അൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസിനെ ഓർക്കുന്ന മാസമാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസം. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങളെ പറ്റി പഠിക്കുമ്പോൾ ജീവികളോട് നല്ല സ്നേഹവും അനുകമ്പയുമുള്ള ആളാണ് മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഏതുവരെയെന്ന് ചോദിച്ചാൽ, ഒരു പട്ടീനെയോ പന്നീനെയോ കണ്ടാൽ ഇദാ ലഖിയ ഖിൻസീറൻ ഔ ഖൽബൻ ഖാല ഉൻഇം സബാഹൻ, ഒരു പട്ടിയോ പന്നിയോ കണ്ടാൽ നന്നായിരിക്കട്ടെ എന്ന് പറയുമായിരുന്നു മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ. നമ്മളൊന്നും ചിന്തിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറം അത്രത്തോളം ജീവികളോട് സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അള്ളാഹുവിന്റെ വിലായത്തിന്റെ പദവിയിൽ ഉയർന്നു നിൽക്കുന്നു എന്ന് ഞാനും നിങ്ങളൊക്കെ പഠിക്കുന്ന റിഫായി തങ്ങളെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കുന്നത് നിസ്കാരവും നോമ്പും ദിക്റും സ്വലാത്തൊക്കെ ആണെങ്കിൽ, മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ അതിൻ്റെയൊക്കെ അപ്പുറമായിരുന്നു. താൻ നിസ്കരിക്കാൻ പോകവേ തന്റെ നിസ്കാരക്കുപ്പായത്തിൽ കിടന്നുറങ്ങുന്ന പൂച്ചയെ ഉറക്കത്തിൽ നിന്ന് ഉണർത്താതെ തന്റെ നിസ്കാരത്തിന്റെ തുണി മുറിച്ചെടുത്ത് ബാക്കി തുണി കൊണ്ട് നിസ്കരിച്ചിരുന്നു മഹാനരായ ഷെയ്ഖ് റിഫായി തങ്ങൾ. തന്റെ ശരീരത്ത് ഒട്ടിപ്പിടിച്ചിരുന്ന് രക്തം കുടിച്ചുകൊണ്ടിരിക്കുന്ന കൊതുക്, ആ കൊതുക് തന്റെ ശിഷ്യന്മാരായ ആളുകൾ കയറി വന്നപ്പോൾ പറന്നുപോയപ്പോൾ മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ പറഞ്ഞത്, അതതിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നിങ്ങൾ കാരണമല്ലേ ആ കൊതു പറന്നു പോയതെന്നാണ്. അത്രത്തോളം ജീവികളോട് ഞാനും നിങ്ങളും സങ്കല്പിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറം കൊതുകിനോട്, പട്ടിയോട്, പന്നിയോട് മാത്രമല്ല എല്ലാ ജന്തുക്കളോടും അതിരറ്റ ദയാവായ്പുള്ള മഹാനരായിരുന്നു മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ. ഒരു നാട്ടുകാർ പട്ടി ആട്ടി ഓടിച്ചപ്പോൾ ആ പട്ടിക്ക് വേണ്ടിയിട്ട് ആ പട്ടിയുടെ മുന്നിൽ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ സമാധാനം പറയേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങൾ. അത്രത്തോളം ഹൃദയത്തിന്റെ നന്മയുടെയും ലോകഹൃദയനും ജീവികളുടെ സ്നേഹമുള്ള റിഫായി തങ്ങളെ മുന്നിൽ നിർത്തുമ്പോൾ ഒരുപാട് മാതൃകകൾ നമുക്കുണ്ട്. നമ്മുടെ മുന്നിലും പൂച്ചയും പട്ടിയും പന്നിയും ജന്തുക്കളൊക്കെ ഇഴഞ്ഞും നടന്നുമൊക്കെ പോകുമ്പോൾ, വെറുതെ പോകുന്ന നായെ കല്ലെറിയുന്ന, പൂച്ചയാട്ടി ഓടിക്കുന്ന, ഏത് ജീവികളെ കണ്ടാലും ഉപദ്രവിക്കുന്ന മനുഷ്യ സ്വഭാവത്തിന്റെ ഉടമകളായ ഞാനും നിങ്ങളും ആ മഹാനരെ കണ്ടുപഠിക്കേണ്ടതുണ്ട്. മഹാനരുടെ ജീവിതത്തിൽ ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാൻ ബഹുമാനപ്പെട്ടവർ തയ്യാറാകുമായിരുന്നില്ല. എന്തിനാണ് തങ്ങളെ പട്ടിയും പന്നിയും കാണുമ്പോൾ അങ്ങ് നിനക്ക് നന്നായിരിക്കട്ടെ, നീ നന്നായിരിക്കട്ടെ എന്ന് പറയാൻ എന്താണ് കാരണമെന്ന് ഷെയ്ഖ് റിഫായി തങ്ങളോട് തന്റെ അനുചര വൃന്ദങ്ങൾ ചോദിക്കുമ്പോൾ ഷെയ്ഖ് റിഫായി തങ്ങൾ പറയുന്നുണ്ട്, അങ്ങനെ എന്റെ ശരീരത്തെ പറഞ്ഞ് പഠിപ്പിക്കാനാണ് ഞാൻ പ്രേരിപ്പിക്കുന്നത്. എന്റെ ശരീരത്തെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന സമയം നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും നമ്മൾ ഈ നിലകൊള്ളുന്ന ഈ സംവിധാനങ്ങളുടെ ഉള്ളിൽ നാം അനുഭവിക്കുന്ന വേദനകളും സന്തോഷങ്ങളും പോലെ മറ്റു ജീവികൾക്കും വേദനയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഒരു ജീവിയെ നമ്മൾ ഉപദ്രവിക്കരുത്, ഒന്നിനെയും വേദനിപ്പിക്കരുത്. സഹജീവിയായ മനുഷ്യനെ ഉപദ്രവിക്കണ്ട എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അതിനേക്കാൾ കൂടി നമ്മൾ നമ്മുടെ ചുറ്റുഭാഗത്തോടിക്കളിക്കുന്ന ജീവികളെയൊന്നും ഉപദ്രവിക്കരുത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഉണർത്തിക്കൊണ്ട് വാഹ് ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.